പക്ഷെ അവരോടൊപ്പം ചേർന്നില്ല എന്നുള്ള ഒറ്റ ഇതിൽ അവളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇവർ 4 മാസത്തോളം ഇവർക്ക് ശമ്പളം കൊടുത്തില്ല. 4 ബസ് കയറി കന്യാകുളങ്ങര പോയി ജോലി കഴിഞ്ഞ് വരണം. എന്തുകൊണ്ടാണെന്ന് അറിയിക്കാൻ വേണ്ടി എൻ്റെ മരുമകൻ ചെന്നപ്പോൾ മരുമകനെതിരെ കേസ് കൊടുത്തു. ഞങ്ങൾക്ക് നീതി കിട്ടണം, സർക്കാരിൻ്റെ അടുത്ത് പറയാനുള്ളത് ഞങ്ങൾക്ക് നീതി കിട്ടണം. തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ കടക്കാവൂർ സ്വദേശിയായ വീട്ടമ്മ ശോഭ ഒരു ഒറ്റയാൾ സമരം നടത്തുന്നുണ്ട്. മകൾക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. മകൾ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥയാണ്. എന്ത് ആവശ്യമാണ് നിങ്ങൾ ഉയർത്തുന്നത്? അത് ന്യായമായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ, എൻ്റെ മകൾക്ക് അർഹതപ്പെട്ട ഒരു ട്രാൻസ്ഫർ കിട്ടേണ്ടത് അത് ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടു. അതായത് 2020 എൻ്റെ മകൾ ജോലിക്ക് കയറിയതാണ്. അന്ന് മുതൽ എൻ്റെ മകൾ ഓഫീസിൽ എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് അവർക്ക് കൊടുക്കുന്ന ജോലികൾ, മറ്റുള്ള സീറ്റുകളിലെ അധിക ജോലികളും എൻ്റെ മകൾ ചെയ്യേണ്ടി വന്നു. അവരെല്ലാം ഒരു കൂട്ടായ്മയുടെ ഇതിൽ അവർ കറങ്ങി നടക്കുകയും അതൊക്കെ ഒന്നും ചോദ്യം ചെയ്യില്ല. പക്ഷെ അവരോടൊപ്പം ചേർന്നില്ല എന്നുള്ള ഒറ്റ ഇതിൽ അവളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇവർ 4 മാസത്തോളം ഇവർക്ക് ശമ്പളം കൊടുത്തില്ല. ആ ശമ്പളം കിട്ടാത്തത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു പരാതി കൊടുത്തു. ആദ്യം തിരുവനന്തപുരത്ത് ഏത് വിദ്യാഭ്യാസ ഓഫീസിലായിരുന്നു മകൾ ജോലി ചെയ്തത്? എഡ്യൂക്കേഷൻ ഓഫീസിൽ, DPIയിൽ ആദ്യം ജോലി ചെയ്ത് അവിടെ. ഇപ്പോഴെവിടെയാണ് ജോലി ചെയ്യുന്നത്? ഇപ്പോഴും അവർക്ക് 2 ട്രാൻസ്ഫറാണ്, പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ. ആദ്യം കന്യാകുളങ്ങരയാണ് കൊടുത്തത്. അതായത് ആറ്റിങ്ങൽ തൊട്ടടുത്ത് വേക്കൻസി ഉണ്ടായിട്ടും അവരത് പണിഷ്മെൻ്റ്, നമ്മൾ പരാതിപ്പെട്ടതിൻ്റെ പേരിൽ അവളെ 4 ബസ് കയറി വേണം. ഒരു ഫീഡിങ് മദറാണ് അവൾ. ആ കൊച്ചു കുഞ്ഞിനെ ഇട്ടിട്ട് 4 ബസ് കയറി കന്യാകുളങ്ങര പോയി ജോലി കഴിഞ്ഞ് വരണം. കുഞ്ഞിന് സമയത്ത് ഫീഡ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട്, അതായത് സൂപ്പർ ന്യൂമറി തസ്തികയായിരുന്നു. ഇവരെ ആ റെഗുലൈസേഷൻ വന്നപ്പോൾ ഇവർക്ക് മോള് 2 റാങ്കേരിയാണ്. 1 റാങ്കേരിക്ക് 1 കിലോമീറ്റർ ചുറ്റളവിലും 2 റാങ്കേരി എൻ്റെ മോളെ 75 കിലോമീറ്റർ അകലെ, അതായത് കടയ്ക്കാവുന്ന 75 കിലോമീറ്റർ ഉണ്ട്. നെയ്യാറ്റിങ്കരയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. രാവിലെ 7 മണിക്ക് പോയാൽ മകൾക്ക് 10 മണിയായാലേ വരാൻ പറ്റും. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഈ കുട്ടിയെ നോക്കാനുള്ള ഒരു ഇത് എനിക്കില്ല. അതുകൊണ്ട് എൻ്റെ മോള് വളരെ ബുദ്ധിമുട്ടുകയാണ്. അപ്പം ഞങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് പല പ്രാവശ്യം ഞങ്ങൾ ഓരോ പരാതികൾ കൊടുത്തു. എന്നിട്ട് ആ പരാതികളൊന്നും അവിടെ എത്തുന്നില്ല. ഈ ബന്ധപ്പെട്ട ഓഫീസിൽ കൊടുക്കുന്ന പരാതികൾ അവർ 14 മാസത്തോളം പൂർത്തി വെച്ചിട്ട് മകൻ വിവരാവകാശത്തിൽ മരുമകൻ ചെന്നപ്പോഴാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. അപ്പോഴും ഞങ്ങൾ മനസ്സിലായി ഞങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന്. ഡയറക്ടർ ഞങ്ങൾക്ക് എൻ്റെ മകൾക്കെതിരായിട്ട് ആ റെഗുലേഷൻ്റെ ഭാഗമായിട്ട് പോലും തൊട്ടടുത്ത് തരാം. സൈനികൻ്റെ ആശ്രിതയാണ് എൻ്റെ മകൾ, ഫീഡിങ് മദറുമാണ്. അപ്പോൾ തൊട്ടടുത്ത് വേക്കൻസി ഉണ്ടെങ്കിൽ കൊടുക്കാം. കഴക്കൂട്ടത്ത് വേക്കൻസി ഉണ്ട്, ആറ്റിങ്ങൽ വേക്കൻസി ഉണ്ട്. എന്തായാലും ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന തെറ്റുകൾ ചോദ്യം ചെയ്തതാണോ ഇങ്ങനെ? ഞങ്ങളത് അവർക്കെതിരായിട്ടൊരു പരാതി കൊടുത്തു. അതായത് ഞങ്ങൾക്ക് എന്തുകൊണ്ട് അർഹിക്കുന്ന ആ വേതന സമയത്ത് കിട്ടിയില്ല എന്നുള്ള ഒരിതും, അത് പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയിക്കാൻ വേണ്ടി എൻ്റെ മരുമകൻ ചെന്നപ്പോൾ മരുമകനെതിരെ കേസ് കൊടുത്തു. അവർ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞു. അതെന്തിനാണെന്ന് ചോദിച്ചുകൊണ്ടാണ് പിന്നെ മകൻ വിവരാവകാശം ഓരോ കാര്യങ്ങൾ മകനെ പ്രൂവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പ്രൂവ് ചെയ്ത് സമരം എന്തായാലും ശക്തമായി ഇവിടെ തുടരാനാണ് തീരുമാനം. ഞങ്ങൾക്ക് നീതി കിട്ടണം, സർക്കാരിൻ്റെ അടുത്ത് പറയാനുള്ളത് ഞങ്ങൾക്ക് നീതി കിട്ടണം. എൻ്റെ മകളോട് നീതി കാണിക്കണം. അർഹതപ്പെട്ട ഈ നിയമപരമായിട്ടുള്ള ട്രാൻസ്ഫർ ഞങ്ങൾക്ക് തരണം. തീർച്ചയായും ഇവർ ഉന്നയിക്കുന്ന ആവശ്യം, കൃപ എന്ന മകൾ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്നു. തിരുവനന്തപുരത്തായിരുന്നു ആദ്യം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ. അവിടെ അവരുടെ ശമ്പളം മുടങ്ങിയപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതി നൽകി. ആ പരാതി കൊടുത്ത ഒറ്റ കാരണം കൊണ്ട് തുടർച്ചയായി ഉദ്യോഗസ്ഥന്മാർ വേട്ടയാടുന്നു എന്ന ആരോപണമാണ് ഈ വീട്ടമ്മ, കടക്കാവൂർ സ്വദേശിയായ വീട്ടമ്മ ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, ഈ കൃപയുടെ ഭർത്താവ് എയർഫോഴ്സിൽ ജീവനക്കാരനാണ്. ഈ കാര്യം അറിഞ്ഞുകൊണ്ട് എയർഫോഴ്സ് ജീവനക്കാരൻ്റെ ഭാര്യ എന്ന പരിഗണന നൽകിയിട്ടില്ല. മാത്രവുമല്ല, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കായിക വിഭാഗത്തിൽ കായിക താരം കൂടിയാണ്. സംസ്ഥാനത്തിന് വേണ്ടി നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത ഒരു കായിക താരം കൂടിയാണ് കൃപ. എന്നിട്ടും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോലും അർഹമായ സ്ഥലം മാറ്റം നൽകുന്നില്ല എന്ന ആരോപണമാണ് ഈ വീട്ടമ്മ ഉന്നയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഗോപൻ പ്ലാവോടിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷിപ്പാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.